വല വീശുന്നത് കണ്ടു, കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ അവരോട് പറഞ്ഞു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ഈ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തിരുവചന ഭാഗം എന്താണെന്നറിഞ്ഞ് ഞങ്ങൾക്ക് വിഭാഗിച്ച് നൽകണമേ. കൃപയിൽ പൊതിയണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് തിരുസഭ ചിന്തിക്കുന്നത് ശിഷ്യത്വം എന്നുള്ള ചിന്തയാണ്. ക്രിസ്തീയ ശിഷ്യത്വം. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെയുള്ള വാക്യമാണ് നേവൻഗേലോനായി വായിച്ചു കേട്ട ഭാഗം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ ഇതിന് സമാനമായ ഒരു ഭാഗമുണ്ട്. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറയുന്ന ഭാഗം. ജൂൺ 16-ാം തീയതി മുതൽ 19 വരെയുള്ള കാലഘട്ടം ശ്ലീഹ നോമ്പ് തിരുസഭ ആചരിക്കുന്ന സമയമാണ്. ഇന്ന് ശ്ലീഹ നോമ്പ് ആരംഭിക്കുകയാണ്. എന്താണ് ശ്ലീഹ നോമ്പ്? ഭാഗ്യവാന്മാരായ 12 ശ്ലീഹന്മാരെയും മാർ പൗലോസ് ശ്ലീഹായെയും തിരുസഭ ഓർക്കുന്നതായിട്ടുള്ള പെരുന്നാളാണ് ശ്ലീഹ പെരുന്നാൾ. ഞാനൊന്നുകൂടെ പറയാം. ഭാഗ്യവാന്മാരായ 12 ശ്ലീഹന്മാരെയും മാർ പൗലോസ് ശ്ലീഹായെയും തിരുസഭ ഓർക്കുകയും അവരെ ലോകത്തിന് സംഭാവന ചെയ്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ശ്ലീഹ നോമ്പിൻ്റെ കാലഘട്ടം. ശ്ലീഹന്മാരെന്ന് പറയുന്നത് നമ്മുടെ കർത്താവിൻ്റെ ഐഹിക ജീവിതത്തിൽ ജീവിച്ചിരുന്നവരും കർത്താവിനെ നേരിൽ കാണുകയും വചനങ്ങൾ ശ്രവിക്കുകയും ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുകാരാകുകയും ചെയ്ത പരിശുദ്ധ ശ്ലീഹന്മാരെ ആണ് നാം ശ്ലീഹ നോമ്പിലൂടെ ഓർക്കുന്നത്. അത് മാത്രമല്ല, ശ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാണ്. ശ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ യവനായ ഭാഷയിലുള്ള അർത്ഥമാണ് അപ്പോസ്തലൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. 12 അപ്പോസ്തലന്മാർ, 12 അപ്പോസ്തലന്മാരെ അവരുടെ ഉപദേശങ്ങളെ ഡിഡാക്കെ എന്നുള്ള ഒരു പദത്തിലാണ് അറിയപ്പെടുന്നത്. ഗ്രീക്ക് ഭാഷയിൽ ഡിഡാക്കെ, ദ ടീച്ചിങ്സ് ഓഫ് 12 അപ്പോസ്റ്റൽസ് എന്നാണ് അതിൻ്റെ അർത്ഥം. 12 അപ്പോസ്റ്റലന്മാരുടെ ഉപദേശം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്കവിടെ വായിക്കാൻ കഴിയും, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല. ഗലാത്യ ലേഖനം നാം വായിക്കുമ്പോൾ 2-ാം അധ്യായം 9-ാം വാക്യം അപ്പോസ്തലന്മാരെ സഭയുടെ തൂണുകളെന്നും എഫെസ്യ ലേഖനത്തിൽ അപ്പോസ്തലികത്തെ സഭയുടെ അടിസ്ഥാനമെന്നും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് നിയമിച്ചതായിട്ടുള്ള ഒരു സമൂഹമാണ് അപ്പോസ്തലികമായ സമൂഹം. സഭയുടെ കർത്തൃത്വം ശ്ലീഹന്മാരിലാണ് ആദിമസഭ മുതൽക്കേ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് മോർ എന്നൊരു പദം അവരുടെ പേരിനോട് ചേർന്ന് ഉപയോഗിച്ചിരുന്നു. മോർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളിലൂടെ ഉണ്ടല്ലോ സഹോദരിമാർ ഏറ്റവും കൂടുതൽ. അവരുടെ സ്ത്രീ സമാജത്തിന് പറയുന്ന പേര് എന്തുവാ?
ചിലർ മാർത്തമറിയം എന്ന് പറയും. തെറ്റാണ്. മർത്തമറിയം എന്നാണ് ആ പദത്തിൻ്റെ ആ സംഘടനയുടെ പേര്. മർത്തമറിയം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ എന്നുള്ള, മർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധം എന്നുള്ളതാണ്. സ്ത്രീകളുടെ പേരിനോട് ചേർന്നാണ് മർ ഉപയോഗിക്കുന്നത്. എന്നാൽ പുരുഷന്മാരുടെ പേരിനോട് ചേർന്ന് മാർ എന്നുപയോഗിക്കും. മാർ പീലക്സിനോസ്, മാർ കൂറിലോസ്, മാർ എന്നുള്ള പദം അവിടെ ഉപയോഗിക്കും. മാർ അത് പുരുഷ പേരിനോട് ചേർന്നാണ്, പുല്ലിംഗ പദത്തോട് ചേർന്നാണ് ഉപയോഗിക്കുന്നത്. രണ്ടിൻ്റെയും അർത്ഥം പരിശുദ്ധം എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തലന്മാരെ ശ്ലൈഹിക പിന്തുടർച്ചാവകാശം പേറിയതുകൊണ്ട് അവരെ ആദിമ നൂറ്റാണ്ടിൽ തന്നെ മാർ എന്നുള്ള പദം ചേർത്ത് ഉപയോഗിക്കും. അതുകൊണ്ടാണ് നമ്മുടെ തിരുമേനിമാരുടെ പേരിനോട് അനുബന്ധിച്ച് പേരിന് മുമ്പ് മാർ എന്ന് ഉപയോഗിക്കുന്നത്, പരിശുദ്ധം എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. കോൾ ആൻഡ് കമ്മീഷൻ ടു ബി ക്രൈസ്റ്റ് ഡിസൈപ്പിൾസ്, അത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ സ്ലീഹാ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്ന ഭാഗവും കർത്താവിനോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷയുടെ കാര്യങ്ങളാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ മരുഭൂമിയിലെ ഉപവാസം, പ്രാർത്ഥന, അവയ്ക്ക് ശേഷം തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് യേശു കർത്താവ് ശിഷ്യന്മാരെ ക്ഷണിച്ചു എന്നുള്ളത് ഈ ഭാഗത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ട് കാര്യങ്ങൾ ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ. ഒന്ന്, ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് ദൈവവിളിയോടുള്ള അനുസരണമാണ്. മറ്റൊന്ന്, ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്നത് ദൈവനിയോഗങ്ങളെ ശിരസാ വഹിക്കുന്നതായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവമാണ് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. ഗുരു ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രൈമറി ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുവാനുള്ള ഒരാഹ്വാനത്തോടെയാണ് ശിഷ്യത്വം ആരംഭിക്കുന്നത്. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വായിച്ച് കേട്ട ഭാഗം അവസാനിക്കുന്നത് അവനെല്ലാം ഉപേക്ഷിച്ച്, ആ ബോട്ടും മലയും എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പുറകെ ഇറങ്ങി പുറപ്പെട്ടതായിട്ട് നമ്മൾ കാണുവാൻ കഴിയും. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകം വായിച്ചപ്പോൾ അവിടെ നിന്നൊരു ആർട്ടിക്കിൾ ഞാൻ വായിച്ച് മനസ്സിലാക്കി. ഒരു ചരിത്രകാരൻ, ഒരു ചിത്രകാരൻ, അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയാണ്. ആ ഒരു ചിത്രകാരൻ ധാരാളം പടം വരച്ച് വീട്ടിൽ തൂക്കിയിട്ടിരുന്നു. അതിൽ ഒരു ബ്രഷിൻ്റെ പടം വരച്ചു, നിസാരമെന്ന് പറഞ്ഞ ഒരു ബ്രഷിൻ്റെ പടം വരച്ചു. ആ ബ്രഷിൻ്റെ പടത്തെ നോക്കിക്കൊണ്ട് ആ മനുഷ്യനെ ഞാൻ സന്തോഷിച്ചു. നമ്മുടെ സൃഷ്ടിയെയും നമ്മുടെ കൃഷിയെയും നമ്മുടെ പുസ്തകത്തെയും ഒക്കെ നോക്കി നമ്മൾ സന്തോഷിക്കുന്ന സമയങ്ങളുണ്ട്. ആ ചിത്രകാരൻ ബ്രഷിൻ്റെ പടം നോക്കി സന്തോഷിച്ചു. എന്നാൽ അവസാനമായി ആ സന്തോഷത്തിൻ്റെ അവസാനം ആ ചിത്രം ആ മനുഷ്യനോട് പറയുന്നതായി തോന്നി, ഈ പടം വരച്ചപ്പോൾ നിൻ്റെ മനസ്സ് മുഴുവൻ ഞാനാണ് കീഴടക്കിയത്. അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചില്ല. ആ ഒരു ചിന്ത, ആ ഒരു കുറ്റബോധം, ആ ഒരു ഉറുത്തൽ അദ്ദേഹത്തിന് സമാധാനം ലഭിച്ചില്ല. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്തൂടെ അദ്ദേഹം നടക്കാനായിട്ട് തുടങ്ങി. ചിത്രകാരന്മാർക്കും ചരിത്രകാരന്മാർക്കുമൊക്കെ ചില നിമിഷങ്ങളിലാണല്ലോ വികാരങ്ങൾ ഉണ്ടാകുന്നത്. അദ്ദേഹം ഇറങ്ങി നടക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ നടക്കുന്ന സമയത്ത് ഒരു കരിക്കട്ട അടുക്കളയിൽ നിന്ന് കണ്ടു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കരിക്കട്ട കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാവരും ഗ്യാസിലാണല്ലോ, അല്ലെങ്കിൽ സ്റ്റൗവിലാണ്, ഇലക്ട്രിക് സ്റ്റൗവിലൊക്കെയാണ് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് കരിക്കട്ട കാണാത്ത ഒരു തലമുറയുണ്ട്. അതുകൊണ്ട് കരിക്കട്ട കാണാത്ത ആളുകൾ ഒരു പ്ലാസ്റ്റിക് കൂടിൽ കരിക്കട്ട ശേഖരിച്ച് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. അടുത്ത ജനറേഷൻ്റെ പിന്നത്തെ ജനറേഷന് നമ്മൾ ഇത് കാണിക്കാനായിട്ട് സാധിക്കും. ഉമിക്കരി കണ്ടിട്ടുണ്ടോ? ഉമി കരിച്ച കരിയാണ് ഉമിക്കരി. അതാരും ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് ആളുകളെ ഇന്ന് ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയായിരുന്നു എന്ത്? ഉമിക്കിരി. ജീവിതം ആരംഭിക്കുന്നത് ഉമിക്കിരി വെച്ച് പല്ല് തേക്കുന്നതിലൂടെയാണ് ജീവിതം ആരംഭിക്കുന്നത്. ഇതൊന്നും കാണാത്ത ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ സൂക്ഷിച്ചു വയ്ക്കണം. നാർക്കേഴ്സിൽ വെക്കുന്ന സാധനമായി ആധുനിക യുഗത്തിൽ, ഡിജിറ്റൽ യുഗത്തിൽ ഇതൊക്കെ മാറിയിരിക്കുകയാണ്.
അതുകൊണ്ട് ആ കരിക്കട്ട അദ്ദേഹം എടുത്ത് മുറിയിലേക്ക് വന്നു. ആ ബ്രഷിൻ്റെ ആ പടം തിരിച്ചിട്ടു. അതുകൊണ്ട് ചെറിയ ഇമേജ് പുറത്തൂടെ കാണുവാൻ സാധിച്ചു. അദ്ദേഹം ആ കരിക്കട്ട കൊണ്ട് വീണ്ടും ആ ബ്രഷിൻ്റെ പടം വരച്ചു. ആ ബ്രഷിൻ്റെ പടം വരച്ചപ്പോൾ അതിമനോഹരമായ ഒരു പടം അദ്ദേഹത്തിന് ലഭിച്ചു. അദ്ദേഹം വീണ്ടും അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ പടം വരയ്ക്കുന്ന സമയത്ത് ഈ കരിക്കട്ട ഉപയോഗശൂന്യമായി എടുത്തു കളഞ്ഞ കരിക്കട്ട ഒരു ചിത്രകാരൻ്റെ കയ്യിൽ, വിദഗ്ധനായ ഒരു ചിത്രകാരൻ്റെ കരങ്ങളിൽ അകപ്പെട്ടപ്പോഴാണ് നല്ല പടമായി രൂപപ്പെട്ടത്. നിസ്സാരമെന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ എളമ്പൽ ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും വെറും കരിക്കട്ടകളായിരുന്നു. ഉപയോഗമില്ലാത്ത വെറും കരിക്കട്ടകളായിരുന്നു നമ്മൾ ഓരോരുത്തരും. എന്നാൽ യേശുക്രിസ്തു എന്ന വലിയ ചിത്രകാരൻ്റെയും ചരിത്രകാരൻ്റെയും കരങ്ങളിലേക്ക് കരിക്കട്ടകളാകുന്ന, ഉപയോഗശൂന്യമായി എടുത്തു കളയപ്പെട്ട കരിക്കട്ടകളാകുന്ന ഞാനും നിങ്ങളും സമർപ്പിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും രൂപമുണ്ടായി. ആമീൻ. പ്രൈസ് ലോർഡ്. വിശ്വാസമുള്ള ദൈവജനം ഒരുമിച്ച് കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ടെ. ആമീൻ. പ്രൈസ് ലോർഡ്. ഞാനും നിങ്ങളും വെറും കരിക്കട്ടകളായിരുന്നു. രൂപമില്ലാത്ത എടുത്തു കളയപ്പെട്ട ഒരു കരിക്കട്ടയായിരുന്നു. എന്നാൽ യേശു കർത്താവ് എന്ന ഒരു ചിത്രകാരൻ്റെ കരങ്ങളിലേക്ക് നാം വിധേയപ്പെട്ടപ്പോൾ നമ്മൾ എളമ്പലിൻ്റെ പ്രദേശത്ത് നല്ല രൂപമുള്ള ഒരു രൂപമായിട്ട് മാറി എന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ശിഷ്യത്വം എന്ന് പറയുന്നത് എ ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് സറണ്ടർ ബിഫോർ ഗോഡ്. ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെടുന്ന ജീവിതത്തിൻ്റെ അനുഭവമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ 7 പേരോളം മുക്കുവന്മാരായിരുന്നു. മീൻ പിടിക്കുന്ന ജീവിത രീതികളിൽ ജീവിച്ചവരായിരുന്നു ശിഷ്യന്മാരിൽ 7 പേരെങ്കിലും. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും മുഖ്യന്മാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ധാരാളം പദ്ധതികൾ ഇന്ന് ആവിഷ്കരിക്കുന്നുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തെക്കുറിച്ച് യാതൊരു ദർശനവുമില്ലാതെ ഗലീല കടൽപ്പുറത്ത് മീൻ പിടിച്ചതായിട്ടുള്ള ഒരു കൂട്ടം ആളുകളായിരുന്നു മുഖ്യന്മാർ. അന്നന്ന് ലഭിക്കുന്നത് അന്നന്ന് ചെലവാക്കുവാൻ നാളെക്കുറിച്ച് വിചാരമില്ലാത്തവരായി മനുഷ്യത്വത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ ജീവിച്ചതായിട്ടുള്ള ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. അവർ സകലവും ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിറകെ പുറപ്പെടുന്നതായിട്ടത്രേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗൾഫിൽ പഴയ കാലത്ത് കുതിരകളെ പട്ടാളത്തിലെടുക്കുന്ന ഒരു വിധം ഞാൻ കേട്ടിട്ടുണ്ട്. കുതിരകളെ കൊണ്ടുവന്ന് അനേക ദിവസങ്ങൾ ആഹാരം കൊടുക്കാതെ അവരെ പട്ടിണിക്കിടും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ആഹാരമെല്ലാം റെഡിയാക്കി വെച്ച് ഈ കുതിരകളെ അഴിച്ചുവിടും. ആർത്തിയോടെ ആഹാരം തിന്നുവാൻ പോകുന്ന കുതിരകളെ യജമാനൻ പേർ വിളിക്കും. ആ കുതിരകളെ ആഹാരത്തിൻ്റെ അടുത്തേക്ക് പോകാതെ യജമാൻ്റെ വിളി കേട്ട് അവിടെ നിൽക്കുന്ന ആ കുതിരകളെയാണ് അനുസരണമുള്ള കുതിരകളായി കരുതുന്നത്. അതിനെയാണ് പട്ടാളത്തിൽ എടുക്കുന്നത്. പഴയ കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഇന്ന് അനുസരണമുള്ളവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. പാട്ടിലൂടെയും പാഠം വായനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വചന ശുശ്രൂഷയിലൂടെയും ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും നാം കേൾക്കുകയാണ്. നമ്മളെ തന്നെ നമ്മുടെ അഹന്തയും നമ്മുടെ അഹങ്കാരവും നമ്മുടെ സ്വയവും നമ്മുടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതായിട്ടുള്ള എല്ലാം അവഗണിച്ച് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരനുഭവമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹവർത്തിത്വത്തിൻ്റെ ശുശ്രൂഷയാണ് ശിഷ്യത്വം. ദൈവസാന്നിധ്യബോധം അനുഭവിക്കുന്ന ശുശ്രൂഷയാണ് ശിഷ്യത്വം. സ്ഥിരമനസ്സരായ ശുശ്രൂഷകരായി ജീവിപ്പാനുള്ള ആഹ്വാനമാണ് ശിഷ്യത്വം. സാക്ഷ്യത്തിൻ്റെ അടയാളമാണ് ശിഷ്യത്വം എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത്. കർത്താവിനോടുകൂടെ ഇരിപ്പാൻ, പ്രസംഗിക്കേണ്ടതിന് അയപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാൻ അവൻ 12 പേരെ നിയമിച്ചു. ടു ബി വിത്ത് ജീസസ്. മനുഷ്യസൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമുള്ള സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുള്ള സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലും. കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവം. നമ്മൾ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്.
വിശുദ്ധ മതബായിലിരിക്കുന്ന കുരിശും എല്ലാവരും കാണുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയിൽ ഞാൻ ഓർപ്പിച്ചു, ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള സ്നേഹം അത് അഗാപ്പെ എന്നുള്ള പദത്തിലാണ് അറിയപ്പെടുന്നത്. ഗോഡ്സ് ലവ് ടു ദി വേൾഡ്, ഗോഡ്സ് ലവ് ടു ദി മെൻ. ലോകത്തിൽ പലതര സ്നേഹങ്ങൾ എന്നുള്ള സ്നേഹം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. പ്രൈസ് ലോർഡ്. എന്നെ നിങ്ങളെയും കർത്താവ് സ്നേഹിച്ചു. അതുകൊണ്ട് എന്നിലും നിങ്ങളും പ്രവർത്തിക്കുന്നതായിട്ടുള്ള ശ്വാസം അത് വിവേകത്തിൻ്റെ ശ്വാസമാണ്. പരിശുദ്ധൻ്റെ ശ്വാസം മനുഷ്യന് വിവേകം നൽകുന്നു. ഈ വിവേകം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മനുഷ്യരല്ലാതായിത്തീരുന്നത്. ഇന്ന് വിവേകം നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ വസിക്കുന്നത്. ശിഷ്യന്മാരെ വിവേകത്തോടുകൂടി മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി, ലോകത്തെ നേടുവാൻ വേണ്ടി കർത്താവ് വിളിക്കുകയാണ്. ടു ബി സിറ്റ് ഹിം വിത്ത് ഓൾവേസ്. ദൈവത്തോടുകൂടെ എല്ലായ്പ്പോഴും ഇരിക്കുവാൻ വേണ്ടി എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലായ്പ്പോഴും ഇരിക്കുവാൻ വേണ്ടി എന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരു ദൈവദാസനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? നമ്മുടെ പള്ളിയിലും ക്രിസ്തീയ നാമമുള്ള ആളുകളുടെ ഇടയിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നും പള്ളിയിൽ പോകുന്നത് എന്തിനാണ്? സുറിയാനിക്കാർ ദേവാലയത്തിൽ എന്നും വരുന്നവരുണ്ട്. എന്നാൽ ആണ്ടിലൊരിക്കൽ പെസഹ ഞായറാഴ്ചയോ ഉയർപ്പ് ഞായറാഴ്ചയോ മാത്രം പള്ളിയിൽ വരുന്ന ആളുകളുമുണ്ട്. ദുഃഖമുള്ള ആഴ്ച പള്ളിയുടെ വലിപ്പം പിന്നെയും കൂട്ടിയേ ഒക്കത്തുള്ളൂ, ധാരാളം ആളുകൾ കൂടും. എന്നാൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ വിദ്യാസമ്പന്നരും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വളർച്ച പ്രാപിച്ചവരുമായതിനാൽ എല്ലാവരും ദേവാലയത്തിൽ കൂടുന്നവരാണ്. എന്നാൽ ചിലരെങ്കിലും 3 മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ദേവാലയത്തിൽ വരുന്നവരാണ്. ജോർജ് മുള്ളർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ദൈവദാസനോട് ഒരു മനുഷ്യൻ ചോദിച്ചു, എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? അപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞു, നീ ഒരു കരിക്കട്ട കൊണ്ടുവരാൻ പറഞ്ഞു. ഇന്നത്തെ 2-3 പ്രാവശ്യം ഞാൻ കരിക്കട്ട ഉപയോഗിച്ചു. നീ ഒരു കരിക്കട്ട കൊണ്ടുവരാൻ പറഞ്ഞു. ആ കരിക്കട്ട കൊണ്ടുവന്നു. അപ്പോൾ ജോർജ് മുള്ളർ പറഞ്ഞു, നീ ഇതിനെ തീക്കകത്തോടിടാൻ പറഞ്ഞു. തീക്കകത്തോടാൻ പറഞ്ഞു. അപ്പോൾ അത് ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ തീക്കകത്തോടിട്ടു. അപ്പോൾ അതെന്തായി മാറി? ചുവപ്പായിട്ട് മാറി. കറുത്ത കരി ചുവപ്പായിട്ട് മാറി. അത് കഴിഞ്ഞ് പറഞ്ഞു, ഇനി ഇത് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? ചുവപ്പ് കറുപ്പായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് കുറച്ച് നേരം ആവർത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ജോർജ് മുള്ളർ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇതിനാണ് പള്ളിയിൽ പോകുന്നത്. നീ ദൈവത്തോടടുക്കുമ്പോൾ നിൻ്റെ കരിപിടിച്ച പാപമംഗലമായ ജീവിതം ജ്വലിക്കും. അത് പരിശുദ്ധാത്മാവിൽ ജ്വലിക്കുന്നവയായിത്തീരും. നീ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുകയും അകലുകയും ചെയ്യുമ്പോൾ നീ കരിക്കട്ടയായിട്ട് മാറും. ആമീൻ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുള്ള ദൈവജനം കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഞാൻ നിങ്ങളും ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ജീവിതം ജ്വലിക്കുന്നവയായിത്തീരും. ഇന്ന് ഈ എളമ്പൽ പള്ളിയിൽ ആരാധനയ്ക്കിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ ജീവിതം ജ്വലിക്കുന്നവയായിത്തീരട്ടെ. പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന പല ആളുകളെയും ഇന്ന് ഈ പ്രാർത്ഥനയിൽ കാണിക്കുന്നുണ്ട്. കടഭാരത്താൽ പ്രയാസപ്പെടുന്നവർ, ജീവിതത്തിലെ നൊമ്പരപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളിൽ വന്നിരിക്കുന്നവർ, രോഗത്തിൻ്റെ ശമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകളെ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്നവർ, പ്രിയപ്പെട്ടവരുടെ ദുശ്ശീലങ്ങളെ ഓർത്ത് വിങ്ങിപ്പൊട്ടിയ ജീവിതവുമായി വന്നിരിക്കുന്നവർ, പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിക്കണം. ഞാൻ നിങ്ങളും ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെയും ജീവിതം ജ്വലിക്കുന്നവയായി തീരും. ആമേൻ. ഇന്നത്തെ പരകാലം ജ്വലനത്തിൻ്റെ ഒരു ദിവസമായി മാറണം. ജ്വലിക്കുന്നവരായിട്ട് നമ്മൾ തീരണം. നാളെ നമുക്കൊരു ദിവസം ലഭിക്കുമെന്ന് പറയുവാൻ സാധ്യമല്ല. അനേകരുടെ ജീവിതത്തിലെ കണക്കൂട്ടലുകൾ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള 50ഓളം ആളുകൾ അവരുടെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റി. അവരുടെ ഭവനങ്ങളിൽ വിലാപത്തിൻ്റെ ഇന്ന് ഭവനങ്ങളായി മാറിയിരിക്കുകയാണ്. പ്രതീക്ഷകൾ അസ്തമിച്ചു പോയി. ദൈവം എന്തുകൊണ്ടാണ് ഇതൊക്കെയും വരുത്തുന്നതെന്ന് നമുക്ക് എത്ര ചിന്തിച്ചാലും മതിയാവുകയില്ല.
എന്നാൽ ദൈവത്തിന് ഉദ്ദേശം കാണും. ആ ഭവനങ്ങളെ, നൂറുകണക്കിന് ഭവനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, വിങ്ങിപ്പെടുന്ന ഹൃദയത്തോടെ ആയിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് ഓർക്കണം. ഞാനും നിങ്ങളും ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം ജ്വലിക്കും. ഞാനും നിങ്ങളും കൂട്ടായ്മയിൽ നിന്നും ആരാധനയിൽ നിന്ന് അന്യപ്പെടുമ്പോൾ നമ്മുടെ ജീവിതം പാപഭംഗിലമായ കരി പിടിച്ച ജീവിതമായി തീരും. ഇന്ന് വിശുദ്ധ മതമായിൽ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള ധൂപക്കുറ്റി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ ധൂപക്കുറ്റിയിലിടുന്ന കരി മനുഷ്യൻ്റെ പാപഭംഗിലമായ ജീവിതത്തിൻ്റെ അടയാളമാണ്. ആ പാപഭംഗിലമായ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവാകുന്ന തീ പ്രവേശിക്കുമ്പോൾ നമ്മൾ ജ്വലിക്കുന്നവയായി മാറും. അതുകൊണ്ടാണ് ഈ ധൂപക്കുറ്റി ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ജ്വലിക്കുന്നവയായി മാറണം. ശിഷ്യത്വം എന്ന് പറയുന്നത് പരിപൂർണമായ സമർപ്പണത്തിൻ്റെ അനുഭവമാണ്. ഞാൻ നിങ്ങളും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വിധേയപ്പെടുവാനായിട്ട് നമുക്ക് ഇടവരണം. ആധിപത്യമല്ല, പിന്നെയോ വിധേയപ്പെടലിൻ്റെ അനുഭവമായി മാറണം. ഇന്ന് എന്തുകൊണ്ട് നമ്മുടെ ആരാധനകൾക്ക് നമുക്ക് അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു? കാരണം ശ്രോതാക്കളെക്കാൾ വിധികർത്താക്കളുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രസംഗം കേൾക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ വിധികർത്താക്കളുടെ എണ്ണം, ജഡ്ജിമാരുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് അനുഗ്രഹം ലഭിക്കാതെ പോകുന്നത്. എന്നാൽ വിശ്വാസത്തോടെ വന്നിരിക്കുന്ന പാവപ്പെട്ട അനേകം ആളുകളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇറങ്ങി വരികയാണ്. അതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. പരിപൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന ശുശ്രൂഷയുടെ അനുഭവമാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. അവൻ തന്നോട് ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 പേരെ നിയമിച്ചു. എൻ്റെ പ്രസംഗത്തിൻ്റെ എല്ലാ ഭാഗവും പറയാൻ സാധിച്ചില്ല, സമയക്കുറവുണ്ട്. ഇനി അടുത്ത ദിവസം ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. നമ്മുടെ പ്രിയോറിറ്റി എവിടെയാണ്? നമ്മുടെ ഇമ്പോർട്ടൻസ് നാം എവിടെയാണ് കൊടുക്കുന്നത്? നമ്മുടെ പ്രിയോറിറ്റി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാനായിട്ട് വരണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രിയോറിറ്റി ദൈവത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രിയോറിറ്റി എവിടെയാണെന്ന് ചിന്തിക്കുന്ന ഒരു ജീവിതാനുഭവമായി ശാന്തമായി ദേവാലയത്തിലിരുന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ വീണ്ടെടുത്തതിനാൽ ദേക്കാം നിന്നെ ഞാൻ. ആമീൻ. നന്ദിയോടടി നിന്നെ ഞാൻ ആയുസേ നാളെല്ലാം നന്ദിയോ. ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ ശിഷ്യത്തിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് പോകുവാൻ, ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നേക്ക് നിശ്ചയിക്കപ്പെട്ട വ്യക്തിക്ക് ഈ സമയത്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം.